ഹൈഡ്രജൻ ബോംബ് വരാൻ പോകുന്നുവെന്ന് കോൺഗ്രസിന്റെ ഹാൻഡിലുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ സംബന്ധിച്ചും വലിയ ബ്ലാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈഡ്രജൻ ബോംബാണ് എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നേരത്തെ നൌഫൽ പറഞ്ഞ പോലെ വളരെ അടുക്കും ചിട്ടയുമുള്ള ഒന്നും അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന വിവരങ്ങളെ പുറത്തുവിടുന്ന ഒന്നുമാണെന്ന് തീർച്ചയായും കാണാം. ആദ്യം അദ്ദേഹം കാണിക്കുന്ന ഒന്ന്, നമുക്ക് ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. നോക്കൂ, ഹരിയാനയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉറപ്പായും വിജയിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലം, അതിന് എല്ലാ തരത്തിലുള്ള അനുകൂല സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. കർഷക സമരത്തിന്റെ വിളനിലമായിരുന്ന അവിടെ കോൺഗ്രസിന് അതിന് നേട്ടമെടുക്കാൻ കഴിയുമെന്ന് എല്ലാവരും വിചാരിച്ചു. കോൺഗ്രസ് ആ നിലയ്ക്ക് അവിടെ പണിയെടുക്കുകയും ചെയ്തു. ഗുസ്തിക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വലിയ ഒച്ചപ്പാടുണ്ടായതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമികയായിരുന്നു ഹരിയാന. അവിടെ എന്തായാലും കോൺഗ്രസ് വിജയിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഫലം അപ്പുറത്തായി പോയി. അത് വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഹരിയാനയിലെ BJP മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ്ങിന് 2 ദിവസം മുൻപുള്ള ഒരു പദപ്രയോഗം അദ്ദേഹം എടുത്ത് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ എന്തായാലും വിജയിക്കാൻ പോവുകയാണ്, അതിനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിലുണ്ട്, വ്യവസ്ഥ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് BJP നേതാവ് പറയുന്ന ഈ വ്യവസ്ഥ? BJP ഉറപ്പായും ജയിക്കുമെന്ന് വിജയസ്മിതത്തോടെ 2 ദിവസം മുൻപ് അദ്ദേഹം പറയുന്ന വ്യവസ്ഥ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ വ്യവസ്ഥ, ആ സംവിധാനം, ആ ഏർപ്പാട് എന്താണ് എന്ന് മനുഷ്യരോട് പറയുന്നത്. അതിന് അദ്ദേഹം ആദ്യം ഒരു യുവതിയുടെ ചിത്രം കാണിക്കുന്നു. ഈ യുവതി ആരാണെന്ന്, എവിടെ നിന്ന് വരുന്നുവെന്ന്, എന്താണ് അവരുടെ പേരെന്ന് ഗസ് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധി പറയുന്നു, ഇവർക്ക് 22 വോട്ടുകളുണ്ട്. 22 തവണ ഇവർ ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നു. ഓരോയിടത്തും ഇവരുടെ പേര് ഓരോന്നാണ്. ഒരിടത്ത് അവരുടെ പേര് വിമല എന്നാണ്, ഒരിടത്ത് അവരുടെ പേര് സരസ്വതി എന്നാണ്, ഒരിടത്ത് അവരുടെ പേര് സ്വീറ്റി എന്നാണ്. ഇവർ 22 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് വോട്ട് ചെയ്തതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം വലിയ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ യുവതി ഹരിയാനക്കാരിയല്ല, UP കാരിയല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാളല്ല, അവർ ഒരു ബ്രസീലിയൻ മോഡലാണ്. അപ്പൊ ബ്രസീലിയൻ മോഡലായ യുവതിയുടെ ചിത്രം വെച്ച് പല പേരുകളിൽ കാർഡടിച്ച് പല ബൂത്തുകളിൽ വോട്ട് ചെയ്യുകയാണ്. ഇന്നിപ്പോ രാഹുൽ ഗാന്ധി ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ ഇന്നിപ്പോ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നു, ഒരാൾക്ക് പലതവണ ഇങ്ങനെ വോട്ട് ചെയ്യാൻ 200 തവണ വോട്ട് ചെയ്യാൻ ഒരു ദിവസം എങ്ങനെ കഴിയുമെന്നാണ്. അങ്ങനെ ഒരാൾ പോയി 200 സ്ഥലത്തും വോട്ട് ചെയ്തു എന്നല്ല രാഹുൽ ഗാന്ധി പറയുന്നത്. ഒരാളുടെ പടം വെച്ച് വിവിധ സ്ഥലങ്ങളിൽ കാർഡുണ്ടാക്കി ആരൊക്കെയോ വോട്ട് ചെയ്യുന്നു. അതിനുശേഷം രാഹുൽ കാണിക്കുന്ന ഒരു പടം, ഒരു സ്ത്രീ, 8 ID കാർഡുകൾ, ഒരേ പടം. ആ പടം ആരുടേതാണ് എന്നത് വ്യക്തമല്ല, ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോയാണ്, മങ്ങിപ്പോയ ഫോട്ടോയാണ് അതിലുള്ളത്. ആ മങ്ങിപ്പോയ ഫോട്ടോ ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞത് 8 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തിരിക്കുന്നു. 8 പേർ പോയി വോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ പടം കൃത്യമായിരിക്കണം, വിലാസം കൃത്യമായിരിക്കണം, പേര് കൃത്യമായിരിക്കണം, ഡബിളിംഗ് പാടില്ല, 2 എപ്പിക് നമ്പറുകൾ പാടില്ല. പോലുള്ള കർശനമായ വ്യവസ്ഥകളുള്ള ഈ നാട്ടിൽ 8 വോട്ടർ ID ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോ ഉപയോഗിച്ച് 8 പേരുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു. മൂന്നാമത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് 100-ലധികം സ്ഥലങ്ങളിൽ ഒരേ പടം വെച്ച് പല പേരുകൾ വോട്ട് ചെയ്ത മറ്റൊരു സ്ത്രീയുടെ ചിത്രമാണ്. അങ്ങനെ ഹരിയാനയിലെ വോട്ടെടുപ്പിന്റെ കണക്ക് അദ്ദേഹം എടുത്തിട്ട് പറയുകയാണ്, ആകെ 8 വോട്ടുകൾ അവിടെ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 8-ൽ 1 വോട്ടും എന്താണ്, വ്യാജ വോട്ടാണ് എന്ന് പറയുന്നു. ആകെ അദ്ദേഹം ഈ കോൺഗ്രസ് തോറ്റുപോയ മണ്ഡലങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നാരോ എഡ്ജിൽ തോറ്റുപോയ 35 മുതൽ ഇങ്ങോട്ട് നാരോ എഡ്ജിൽ വോട്ടുകൾ തോറ്റുപോയ മണ്ഡലങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ട് ആ മണ്ഡലങ്ങൾ ജയിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് അവിടെ അധികാരം പിടിച്ചേനെ. അപ്പൊ ആ മണ്ഡലങ്ങളിൽ തോറ്റുപോയ വോട്ടിന്റെ കണക്കെടുത്ത് അദ്ദേഹം പറയുന്നു, ഇൻ ടോട്ടൽ 20,000-ലധികം വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിലാണ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടുള്ളത് അവിടെ എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇപ്പോൾ നടന്നിട്ടുള്ള ഈ വോട്ട് ചോരിയുടെ വിശദാംശം എടുത്താൽ 25 ലക്ഷം വോട്ടെങ്കിലും ഹരിയാനയിൽ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ കവർന്നെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ പരാതി പരിഗണിക്കുന്നതേയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇങ്ങനെ ലൂസായ സിസ്റ്റത്തിലൂടെ ആർക്കുമെന്ന് എവിടെയും ഏത് പേരിലും വോട്ട് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഴുവൻ പരിശോധനാ സംവിധാനങ്ങളും എന്നാണ്. അപ്പൊ ഇതൊരു ഹൈഡ്രജൻ ബോംബാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും 100% ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മേലെ വന്നു വീഴുന്ന ഒരു പടുകൂറ്റൻ ബോംബാണ് ഇതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നൌഫൽ. കാരണം
ഏതൊക്കെ തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ആളുകൾക്ക് ആസൂത്രിതമായി കഴിയും വിധത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം കിടക്കുന്നത് എന്നതിന്റെ ഏറ്റവും പ്രകടമായ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അദ്ദേഹം അവിടെ ആളുകളെ ഫിസിക്കലി കൊണ്ടുവരുന്നുണ്ട്. കാലിന് വയ്യാത്തൊരു മനുഷ്യൻ വന്നിട്ട് താൻ എങ്ങനെയാണ് ഈ വോട്ടർ പ്രക്രിയയിൽ നിന്ന് പുറത്തായി പോയതെന്ന് വിശദീകരിക്കുന്നുണ്ട്. ബീഹാറിൽ നിന്നുള്ള ആളുകളുടെ ടെസ്റ്റിമണി അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. വോട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, എല്ലാ തരത്തിലുള്ള അർഹതയും ഉണ്ടായിരുന്നു, ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ പുറത്തായി പോയി എന്ന്. നോക്കൂ, ബീഹാറിൽ 65 ലക്ഷം മനുഷ്യരെയാണ് വെട്ടിക്കളഞ്ഞത്, അവർ പോലും അറിയാതെ, ആരോടും ചോദിക്കാതെ. അപ്പൊ വോട്ടർ പ്രക്രിയ ഇപ്പൊ നാളെ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് പോകവേ നിങ്ങൾ എവിടെ വോട്ട് ചെയ്താലും അത് രേഖപ്പെടുത്തപ്പെടണമോ, അത് പ്രോപ്പറായി കൗണ്ട് ചെയ്യപ്പെടണമോ എന്ന് തീരുമാനിക്കുന്നത് വേറെ ആരൊക്കെയാണെന്ന ഗുരുതരമായ, അപകടകരമായ, ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന വലിയ സംശയത്തിന്റെ ദുരൂഹതയുടെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് കേവലമായ പ്രസ് മീറ്റിലെ ആരോപണങ്ങളല്ല, മറിച്ച് തെളിവുകളാണ്. ഇനി രാഹുൽ ഗാന്ധിയോട് തെളിവ് എവിടെ എന്ന് ചോദിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ആരോപണത്തിന് തെളിവ് കൊണ്ടുവരുമെന്ന് ചോദ്യം ചോദിക്കാൻ കഴിയില്ല. തെളിവുകളാണ് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയല്ല, തെളിവുകൾ സംസാരിക്കുകയാണ്. ഇന്ത്യയിലെ വലിയ ജനാധിപത്യ പ്രക്രിയക്കകത്തേക്ക് എങ്ങനെയാണ് വലിയ കള്ളത്തരങ്ങൾ നുഴഞ്ഞു കയറിയിരിക്കുന്നത്, അവ എങ്ങനെയാണ് നമ്മുടെ ഫലങ്ങളെ അട്ടിമറിക്കുന്നതിന്റെ വലിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ബ്രസീലിയൻ മോഡലിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാത്ത ഒരാളുടെയോ പടം കൊണ്ടുവന്ന് വെച്ച് കാർഡടിച്ച് എവിടെയും വോട്ട് ചെയ്ത് ആരെയും ജയിപ്പിക്കാൻ കഴിയും വിധത്തിലാണ് നമ്മുടെ സംവിധാനം.